ഹലോ രാജേഷ് ശില്പി. രാജശില്പിയോ? രാജശില്പി അല്ല, രാജേഷ് ശില്പി. ആ ശില്പി ഞാൻ വിളിച്ചതേ ഞങ്ങളുടെ അച്ഛനെ ഒന്ന് ഉണ്ടാക്കി തരാവോ? അപ്പൊ അച്ഛനില്ലാമോ നീ ഉണ്ടായത്? അല്ല, അച്ഛന്റെ പ്രതിമ ഉണ്ടാക്കി തരാമോ? ഞങ്ങളുടെ ജംഗ്ഷനിൽ വെക്കാനാ. എടാ എന്തിനാണ് വെറുതെ കാക്കിക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുന്നേ? അല്ല, ഞങ്ങളുടെ അച്ഛനെ നാട്ടിലെ വലിയൊരു പ്രമാണിയായിരുന്നു. അടുത്ത ആഴ്ച അച്ഛന്റെ പ്രതിമ എനിക്ക് അനാശാസ്യം ചെയ്യണം. അച്ഛനെ വെച്ച് തന്നെ അത് ചെയ്യണോടാ? അല്ല, മറ്റേ തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊക്കത്തില്ലേ? നീ പറഞ്ഞത് അർത്ഥം അതാ, പക്ഷെ നീ ഉദ്ദേശിച്ചത് അതല്ല. അനാച്ഛാദനം. അത് ചെയ്യണം, അത് ചെയ്യണം. അപ്പോഴേ എനിക്ക് ആളിനെ കണ്ടാലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ, അച്ഛൻ മരിച്ചുപോയി, കാണാൻ പറ്റത്തില്ല. എന്നാ ഒരു അസ്ഥി കൂടെ ഉണ്ടാക്കി തരട്ടെ? അസ്തുകൂടം വേണ്ട, അസ്തുകൂടം കാണുന്നത് എനിക്ക് പേടിയാ. പിന്നെ ഞാൻ എന്താ വെച്ച് ഉണ്ടാക്കൂന്ന് പറ. ശില്പി ഒരു ഊഹത്തിന് ഇനി ഉണ്ടാക്കി തന്നാ മതി. ഞാൻ ഊഹത്തിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്റെ അച്ഛനാണ് അങ്ങനെ പിടി കിട്ടും. നിങ്ങൾ അടി പേരെഴുതി വെച്ചാൽ മതിയെന്നേ. അല്ലെങ്കിൽ നീയൊക്കെ ഉണ്ടാക്കുന്ന പേര് വായിച്ചിട്ടില്ലേ ഞങ്ങൾ മനസ്സിലാക്കുന്നേ. ഒത്തിരി പണം എന്നെ കളിയാക്കാൻ വേണ്ടി, എന്നെ കളിയാക്കാൻ വേണ്ടി വിളിക്കുക വരാന്നമാര്. പണി തുടങ്ങാം അങ്ങോട്ട്. അയ്യോ, എന്റെ മൊബൈൽ ഞാൻ അടിച്ചു പൊട്ടിച്ച്. അയ്യോ അയ്യോ, 3-4 റബ്ബർ ബാൻഡ് പൊട്ടി. ഇന്നൊരു പൊതിച്ചോറ് ഓർഡർ ചെയ്യാം, അപ്പൊ 7 റബ്ബർ ബാൻഡ് കിട്ടും. നമസ്കാരം. നമസ്കാരം. ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുമല്ലേ നമസ്കാരം? നമസ്കാരമല്ല, ഞാൻ ശില്പിയെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്തോ കേട്ടെ? അല്ല, ഈ കരിങ്കല്ലിലൊക്കെ കവിത എഴുതുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. കരിങ്കല്ല് കവിത മാത്രമല്ല, പിന്നെ കരിങ്കല്ല് പ്രേമലേഖനം വരെ ഞാൻ എഴുതുന്ന ആളാ. കരിങ്കല്ല് പ്രേമലേഖനം എപ്പോ എഴുതി? ഞാൻ പണ്ട് പ്രേമിച്ച് നടക്കുന്ന സമയത്തേ ഇതുപോലെ കരിങ്കല്ല് പ്രേമലേഖനം എഴുതി എന്റെ കാമുകിയുടെ വീടിന്റെ ചുറ്റിനും കൊണ്ട് നിരത്തി ഇങ്ങനെ അങ്ങ് വെക്കും. ശരി. പിന്നെ പിറ്റേ ദിവസം കൊണ്ടുവന്ന് അതിന്റെ മണ്ടയിൽ അടുക്കി അങ്ങ് വെക്കും. അങ്ങനെ 5-6 അടി ഹൈറ്റ് ആയപ്പോ ഇവൾ എന്നോട് ഇറങ്ങി വരാൻ തീരുമാനിച്ചപ്പോഴാണ് ഇവർ ഇതിന് ഗേറ്റ് ഇട്ടത്. എന്നാലും അവരുടെ വീട്ടിൽ മതിലിന്റെ പണിക്ക് പോയെന്ന് പറയത്തില്ലേ? എനിക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. അത് പോളിസ്റ്റർ ആയോണ്ടാ, കൈ തന്നെ പിടി കിട്ടത്തില്ല. അതല്ല, താങ്കളെ അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. ഞാൻ പരുപ്പിൽ നിന്ന് വരുവാണ്. എന്റെ പേര് വിൽസൺ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ല, ഒത്തിരി തിരക്കിയിട്ട് കിട്ടിയതാണേ. വിൽസൺ എന്നുള്ള പേരോ? അല്ല, ശില്പിയെ പത്രത്തിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പത്രമൊക്കെ വായിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അലർജിയുടെ പ്രോബ്ലം വല്ലതും ഉണ്ടോ? അത് ഈ പാറപ്പൊടിയുടെ എങ്ങനെ മനസ്സിലായി? അല്ല, വന്നപ്പോ പോലെ ഒരു ചൊറിച്ചില്ല. ഓ, മുടിയെല്ലാം കൂടെ വളർത്തിയിട്ട് എന്റെ പൊന്നു ശില്പി പേനാന്ന് തോന്നുന്നു, വെട്ടിക്കളയത്. എന്റെ പേൻ തലേ കയറാൻ വഴിയില്ലല്ലോ. എന്നാ ഇതുവരെ വരി വെട്ടിക്കോട്ടെ, പേൻ കേറിക്കോളും. സാറിനും ചെറിയ അലർജി ഉണ്ട് ഇല്ലയോ? ചെറുതായിട്ട്. ഓ, ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കാം, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന്. അല്ല, ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു? ശില്പി ഉണ്ടാക്കിയാണോ ഇതൊക്കെ? ഓ, വെറുതെ തമാശക്ക് ഓരോ കാര്യം ചെയ്യിപ്പിക്കാൻ, ചിരിപ്പിക്കാൻ വേണ്ടി. എല്ലാ കല്ലിലും ഉണ്ടോ? അല്ല, നിങ്ങൾ എല്ലാ കല്ലിലും കൊത്തുവോ? ഏത് കല്ല് കിട്ടിയാലും ഞാൻ ശില്പം കൊത്തും. സർവേ കല്ലിൽ കൊത്തുവോ? അതല്ല, പട്ടി മൂത്രം ഒഴിക്കത്തില്ലയോ? ഷേപ്പ് മാറത്തില്ലയോ? പട്ടി ഇപ്പോഴും മൂത്രം ഒഴിക്കുമ്പോ ഈ ഷേപ്പ് തന്നെ. അല്ല, പട്ടിയുടെ അല്ല, സർവേ കല്ലിന്റെ ഷേപ്പ് മാറത്തില്ലയോ എന്നാ ചോദിച്ചത്. സർവേക്കല്ലേ ഡിസൈൻ കുത്തിട്ട് ഇയാളെ പെരക്കകത്ത് വെക്കാനാണോ? അതിൽ വെക്കാനുള്ള സാധനം ഇല്ലേ അത്? ശരിയാ, പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് ഈ കരവിരുതൊക്കെ എങ്ങനെ കിട്ടി എന്നുള്ളത്. കരവിരുത് കിട്ടിയെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. പാരമ്പര്യമായിട്ടാണോ? പിന്നെ എന്റെ അച്ഛൻ ഭയങ്കര ശില്പിയായിരുന്നു. ആണോ? എന്റെ അച്ഛൻ എന്നെ പോലല്ല, പിന്നെ തടിയലായിരുന്നു കൊത്തുന്നേ. അയ്യോ, മരം കൊത്തിയുടെ മോനാണ് നിൽക്കുന്നേ. മരം കുത്തിയല്ല.